ITA ജംഗ്ഷനിലും അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ കാത്തു നിൽക്കുകയാണ്. ഇനി കച്ചേരി ജംഗ്ഷനിലേക്ക് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുമ്പോൾ നേരത്തെ മുതൽ തന്നെ കണ്ണേകരളെ VSA എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവരൊക്കെ തന്നെ മുകളിലേക്ക് മുഷ്ടി ചുറ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്തപ്പോൾ കല്ലമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു. കല്ലമ്പലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, കല്ലമ്പലത്തിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ കല്ലമ്പലത്തെ റോഡ് അല്പം ശോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ റോഡിൻ്റെ ഇരുവശങ്ങളിലും ആ ഡിവൈഡറിൻ്റെ മുകളിലൊക്കെ തന്നെ പ്രായമുള്ള ആൾക്കാരും DYFIയുടെയും SFIയുടെയും പ്രവർത്തകരൊക്കെ തന്നെ കാത്തിരിക്കുകയാണ്. VS അച്യുതാനന്ദനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവർക്കൊക്കെ തന്നെ ഞാൻ നേരത്തെ കല്ലമ്പലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ണൻ നായർ കാണിക്കുന്നത്. കല്ലമ്പലത്തേക്ക് ഈ രാത്രിയിലാണ് വിലാപയാത്ര എത്തിച്ചേരേണ്ടത്. നേരത്തെ നിശ്ചയിച്ച സമയം കടന്നു പോവുകയാണ്. നേരത്തെ അക്ഷയ ആറ്റിങ്ങൽ മൂന്നുമുക്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നൽകുകയായിരുന്നു. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക്, KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തേക്ക്, അതായത് ആറ്റിങ്ങലിലെ ഗവൺമെൻറ് കോളേജിന് ITI കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് ഇപ്പോൾ എത്തുകയാണ് വിലാപയാത്ര. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിരവധി പേർ VSന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അതിനുശേഷം കച്ചേരി നടയിലേക്ക് ആണ് വിലാപയാത്ര എത്തിച്ചേരുക. ഇതൊക്കെ വളരെ അടുത്തടുത്തുള്ള നഗരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണുകയാണ്. ആറ്റിങ്ങൽ പിന്നിട്ടാൽ പിന്നീട് ആലങ്കോടേക്കാണ്, പൂവമ്പാറ പാലം കഴിഞ്ഞ് ആലങ്കോട്ടേക്കാണ് വിലാപയാത്ര എത്തുക. ആലങ്കോട്ടും വിലാപയാത്ര അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ CPM ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ആരാധനാലയമായ കടുവയിൽ പള്ളിക്ക് മുന്നിൽ, കടുവയിൽ ജംഗ്ഷനിൽ, കടുവയിൽ പള്ളിയിലാണ് പിന്നീട് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. അവിടെയും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നീട് കല്ലമ്പലത്തേക്ക് വിലാപയാത്ര എത്തിച്ചേരും. കല്ലമ്പലത്താണ് ഇപ്പോൾ കണ്ണൻ നായരുള്ളത്. അവിടെയും നൂറുകണക്കിന് പേർ കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ മണിക്കൂറായി അവിടുത്തെ ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത്. VSന്റെ പ്രത്യേകവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ ആറ്റിങ്ങലിലാണുള്ളത്. ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നൂറുകണക്കിന് പേർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് VSനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരത്തിലേക്ക് പ്രവേശിച്ചിട്ട് അല്പസമയം പിന്നിടുകയാണ്. മാമം ഭാഗത്തും പിന്നീട് മൂന്നുമുക്ക് ഭാഗത്തും, മൂന്നുമുക്കിൽ നേരത്തെ തന്നെ നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ VSന്റെ മൃതദേഹം എത്തിയിരിക്കുന്നു. നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളിയാണ്. എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള അവസരം മാത്രമേ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ളൂ. ശേഷം വാഹനം മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി കച്ചേരി നടയിലേക്കാണ്. കച്ചേരി നട പിന്നിട്ട് വേണം ആലങ്കോടേക്കും കടുവയിൽ പള്ളി ഭാഗത്തേക്കും അതിനുശേഷം കല്ലമ്പലത്തേക്കും ഈ വിലാപയാത്ര എത്തി കടന്നു പോകാൻ. പിന്നീട് നാവായിക്കുളത്തും 28-ാം മൈലിലും ജില്ലാതിർത്തിയായ കടമ്പാട്ട് കോണത്തും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടമ്പാട്ടുകോണം കഴിഞ്ഞാൽ പിന്നീട് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ പ്രധാനപ്പെട്ട ആദ്യ ചെറുനഗരം പാരിപ്പള്ളിയിലേക്ക്, പിന്നീട് ചാത്തന്നൂരേക്ക്, കൊട്ടിയം, ചിന്നക്കട, ബസ് ബേയിലേക്ക്
പുലത്തുനേരെ കാവനാട് ചവറ ബസ് സ്റ്റാൻഡ് വഴി കരുനാഗപ്പള്ളി ഓച്ചിറ KPSC ജംഗ്ഷൻ, കായംകുളം KSRTC ജംഗ്ഷൻ, കരിയിലക്കുളങ്ങര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട് KSRTC ജംഗ്ഷൻ, ഠാണാപ്പടി, കരുവാറ്റ, തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ ടൗൺ, വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കാത്ത മുദ്രാവാക്യ പ്രവാഹത്തിനിടയിൽ ആറ്റിങ്ങൽ നഗരഹൃദയത്തിലാണിപ്പോൾ VS ഉള്ളത്. VSന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ചരിത്രമുറങ്ങുന്ന ആറ്റിങ്ങൽ.